ക്രാഫ്റ്റിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാ നമ്മുടെ 5 വയസ്സുള്ള മക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ള മക്കൾക്ക് വേണ്ടിയും അവരുടെ പേരൻസിന് വേണ്ടിയും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും കാണണം. നമ്മുടെ മക്കൾക്ക്, ഫോണിൽ കളിക്കുന്ന മക്കൾക്ക് അതിൽ നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നമ്മുടെ മക്കളും എല്ലാവരും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വരുമ്പോൾ അവർ കൂടുതൽ സമയവും കളിച്ചും ചിരിച്ചും പഠിക്കുന്നതും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ട 1-2 കാര്യം കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നവർ കോളേജിലും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമുക്ക് ചില കാര്യങ്ങളൊന്നും അവർക്ക് അറിയാതെ പോകുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലെ മക്കൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളും അത് പറഞ്ഞു കൊടുക്കാറില്ല. അവർ നന്നായിട്ട് പഠിക്കേണ്ടത്. പക്ഷെ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ എത്ര പഠിച്ച് ഉന്നതങ്ങളിൽ എത്തിയിരുന്നാലും PhD എടുത്തിരുന്നാൽ പോലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് 5 വയസ്സുള്ള മക്കൾ 18 വയസ്സ് വരെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയും അവരുടെ പേരൻസിനും വേണ്ടി വീട്ടിലൊരു പാർട്ട് ടൈം ജോലി, അവർക്കൊരു സാലറി, ഒരു സേവിങ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് എത്ര ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അവർക്ക് എത്ര പഠിക്കണമെന്നുണ്ടെങ്കിലും എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും അവർ നമ്മുടെ വീട്ടിൽ വന്ന് എല്ലാം പഠിത്തങ്ങളെല്ലാം പെട്ടെന്ന് തീർത്തു വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളോടൊപ്പം കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് സ്കൂളിൽ പോകുന്നത് ഒരു കെട്ട് ബുക്കും ബാഗിനകത്ത് തൂക്കിയിട്ടുണ്ടാണ് പോകുന്നത്. അവർക്ക് സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് എല്ലാ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മുടെ ടീച്ചർമാർ, നമ്മുടെ മുത്തശ്ശിമാർ എല്ലാം ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് മിക്ക കാര്യങ്ങളും അറിയില്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ ആരാ വന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇന്ന് അവിടെ എന്താണ് നമ്മുടെ വീട്ടിൽ ചെയ്തത്? എനിക്കറിയില്ല. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവർ വന്ന് ഒരു കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? വന്ന് നോക്കിയിട്ട് അവരങ്ങ് തിരിഞ്ഞു പോകും. മിക്ക വീട്ടിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ചില വീടുകളിൽ അങ്ങനെയല്ല, അവരെ സ്വീകരിച്ച് സൽക്കരിച്ചിരുത്താറുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾ എന്താണെന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കി ഒരു ചെറിയൊരു പുഞ്ചിരിയോട് ചിരിച്ചിട്ട് അവർ നേരെ കയറി അങ്ങ് പോവുകയാണ്. അവരോടൊന്ന് സംസാരിക്കാനോ അതൊന്നും അവർക്കറിയില്ല. ചില വീട്ടിലെ കാര്യമാണ്, അവർ എല്ലാ വീട്ടിലും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾ മുതൽ അവർക്ക് ചെറിയ സിമ്പിളായിട്ടുള്ള ചെറിയ ജോലികൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതെന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ഞാനൊരു കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഞാൻ പിന്നീട് പറയാമെന്ന് വെക്കും, ചിലപ്പോൾ അത് മറന്നുപോയെന്നിരിക്കും. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ചെട്ടികുളങ്ങര അമ്പലത്തിലെ കുത്തിയോട്ടം കാണാൻ പോയത് ഞാൻ തനിച്ചാണ് പോയത്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സ്ഥലങ്ങളിലും തനിച്ച് പോകാറില്ല. എൻ്റെ മക്കളോ ഹസ്ബൻഡോ എവിടെയെങ്കിലും കൊണ്ടുപോകും. അതുപോലെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുമ്പോഴാണ് ഞാൻ അങ്ങനെയാണ് പോകാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെട്ടികുളങ്ങര അമ്പലത്തിലൊരു കുത്തിയോട്ടത്തിന് പോയപ്പോഴത്തേക്ക് ഞാനിവിടെ അന്നത്തെ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള എൻ്റെ ഒരു ആൻറ്റി അവിടെ ഇല്ലായിരുന്നു. അതാരെന്നും എന്തെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ ചെന്നപ്പോഴേ അവിടുത്തെ ഒരു മകള് ഒരു 10 വയസ്സൊക്കെ കാണുള്ളൂ. 10-12 വയസ്സൊക്കെ കാണും. എത്ര വയസ്സെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓടി വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴത്തേക്ക് വന്ന് തുറന്നു, വാ ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മോൾ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, കണ്ടിട്ടുണ്ടെങ്കിലും എന്നെ അകത്തോട്ട് കയറ്റുന്ന പരിചയമില്ലാത്തത് അത് കുഴപ്പമില്ല ആൻറ്റി, വാ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിരുന്നു. ഞാൻ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് യാതൊന്നും കഴിക്കാതെയാണ് ഞാൻ പോയത്. ഈ 12 വയസ്സാണ്. ഞാൻ എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ചെന്നുടനെ പെട്ടെന്ന് ചായയായി, പിന്നെ ഇഡ്ഡലിയായി, സാമ്പാറായി എല്ലാം എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഞാൻ അമ്പലത്തിൽ പോയിട്ടല്ല, പിന്നെ മമ്മി ഇപ്പം വരും, ആൻറ്റി ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. എന്നെ അവിടെ ഇരുത്തി സൽക്കരിച്ച ഒരു കഥ കണ്ടാൽ, അതായത് കുചേലൻ ദ്വാരകയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ആ മകള് 10-12 വയസ്സുള്ള ഒരു മകളാണ്. നമുക്ക് വേണ്ടതെല്ലാം തന്ന് സ്വീകരിച്ചു. നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിലെ നമ്മുടെ കുടുംബകഥകളെല്ലാം ചോദിച്ചു, മനസ്സിലാക്കി, ബോറടിക്കാതെ എന്നെ അവിടെ ഇരുത്തി. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് മമ്മിയെ വിളിക്കുകയാണ്, മമ്മി ഇവിടെ ഒരു ആൻറ്റി വന്നിരിക്കുന്നു, വരണമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആരാ വരുന്നെന്നുള്ളത് അവിടുത്തെ ആൻറ്റിയോട് ഞാൻ പറഞ്ഞിരുന്നു.
പക്ഷേ എങ്കിൽ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ അമ്പലത്തിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും ഈ ആൻറ്റി വന്നില്ല. അവിടെ താലോ അങ്ങനെ എന്തൊക്കെയോ എടുത്ത് അകപ്പെട്ട് പോയി കുത്തിയോട്ടം നടക്കുന്ന സമയം ഞാൻ നേരെ വീട്ടിൽ വന്നു. പെട്ടെന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാനൊരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞായിരുന്നു പോയിരുന്നു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ നല്ല തിരക്കായിരുന്നു. തന്നെയല്ല ഞാൻ തനിച്ചങ്ങനെ അന്ന് ആദ്യമായിട്ട് ഞാൻ തനിച്ച് പോയി. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും ആ മകളെ ഞാൻ അത് കണ്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഞാൻ പുറകിലേക്ക് ഞാൻ പോയി. എന്തൊരു സ്നേഹമാണ് ആ ഒരു കുഞ്ഞു കുട്ടിയിൽ നിന്ന് ഞാൻ കണ്ടുപഠിച്ചതെന്നറിയാമോ? ആ കുഞ്ഞിൻ്റെ ഒരു സ്നേഹം. ഇന്ന് നമ്മുടെ മിക്ക വീടുകളിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പല വീടുകളിലും ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കോളിംഗ് ബെല്ലടിക്കും, പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് നോക്കും, ഒരു ചെറിയ ഒരു കോണ് കൊണ്ടൊന്നും ചിരിച്ച് അവരങ്ങ് കയറിപ്പോകും. എന്താണെന്നോ ഏതാണെന്നോ അല്ലെ അവിടെ ഇരിക്കുന്നോ ഒന്നും പറയത്തില്ല. നമ്മളപ്പോൾ കാത്തവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നിൽക്കണം, അല്ലെ വെളിയിൽ നിൽക്കണം. അപ്പോൾ അവിടുത്തെ മുതിർന്നവർ ആരെങ്കിലും വന്നാണ് കയറി വന്ന് പറഞ്ഞത്. മിക്ക വീട്ടുകളിലെയും കുട്ടികൾ അങ്ങനെയാണ്. അപ്പം ആദ്യം നമ്മുടെ വീട്ടിൽ ആര് വന്നിരുന്നാലും നമുക്ക് കയറിയിരുത്താൻ പറ്റുന്നവരാണെങ്കിൽ അവരെ കയറിയിരുത്തണം. അവർക്ക് വേണ്ടത് അവരോട് സംസാരിച്ചിരിക്കണം, ബോറടിപ്പിക്കാതെ ഇരിക്കണം. അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം, ചായ എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. ആര് നമ്മുടെ വീട്ടിൽ വന്നിരുന്നാലും അവർക്ക് എത്ര കഴിച്ചിട്ട് വന്നതായാലും അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് നമ്മൾ സൽക്കരിക്കണം. ഇത് ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരോട് എങ്ങനെ സമീപനം നടത്തണം, എങ്ങനെ നമ്മൾ അവരെ സ്വീകരിച്ചിരിക്കണം. അതിഥി ദേവോ ഭവ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഏത് മക്കളായിരുന്നാലും, എത്ര വിദ്യാഭ്യാസമുള്ള, ഏത് ലെവലിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരെ സ്വീകരിച്ച് ഒരു ചെയറിലിരുത്തണം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരികയാണ്, അവരോടൊപ്പം ഇരുന്ന് വരുന്നിടം വരെയും അവരോട് എന്താ ഏതാ എവിടെ നിന്നാണ് വന്ന വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നമ്മുടെ അമ്മമാരോ ആരെങ്കിലും അവരോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിൽ നമ്മുടെ മക്കൾക്ക് പോയി എന്താണ് പഠിക്കണ്ടെങ്കിൽ പഠിക്കാൻ, ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാം. അത് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മുടെ മക്കളെ അത് ആദ്യം പഠിപ്പിക്കേണ്ടത് ഒന്നാമത്. ഇനി ഞാൻ 5 വയസ്സുള്ള കുട്ടികളിലേക്ക് ഞാൻ തിരിച്ചു വരാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് അവരവിടെ എല്ലാം പേപ്പറുകളെല്ലാം പിച്ചി കീറി അവിടെ ഇടും. പെൻസില്, ബുക്ക് എല്ലാം നമ്മുടെ ടേബിളിൽ നിരത്തി മാറ്റി വെക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളൊക്കെ പോകട്ടെ എന്ന് വിചാരിച്ച് നമ്മളെല്ലാം അടുക്കി പെറുക്കി വെക്കാം. ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. ആദ്യം നമ്മൾ 5 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അവർക്കൊരു വീട്ടിലൊരു ജോബ്. അപ്പം ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിപ്പിച്ചിട്ട് അടുക്കും ചിട്ടയെന്നുള്ളൊരു സംഗതിയാണ്. ആ ബുക്കെല്ലാം അടുക്കി വെക്കാൻ പഠിപ്പിക്കണം. പേപ്പറുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിച്ചിക്കറി അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ബിന്നിനകത്തേക്ക് പെറുക്കി മാറ്റി വെക്കാൻ ആദ്യം നമ്മൾ പഠിപ്പിക്കണം. ചെയ്തില്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടേ അവിടെ നിന്ന് മാറാവുള്ളൂ. അപ്പം മൊബൈലിലൊന്നും കളിക്കാൻ പോകത്തില്ല. അവർക്ക് ചെറിയ സിമ്പിളായിട്ടുള്ള ജോലി കൊടുക്കണം. നമ്മുടെ പരിക്കകത്തെല്ലാം ചപ്പുചവറുകളെല്ലാം കുട്ടികൾ പിച്ചിക്കറിയുടെ അവർ കളിക്കുന്ന ടോയ്സ് ആയിരിക്കും. ഇതെല്ലാം എവിടേക്കാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥാനങ്ങൾ കാണിച്ച് അവർ കളിച്ചിട്ട് അതായത് സ്ഥാനത്ത് കൊണ്ടുവന്ന് വെക്കാൻ നമ്മൾ പറഞ്ഞ് പ്രാപ്തരാക്കണം. അത് ചെയ്യിപ്പിക്കാൻ ഈ 5 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യണം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള ചിട്ട. ഇപ്പം നമ്മൾ കഴിക്കുന്ന പ്ലേറ്റുകൾ, പിന്നെ ഈ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആവാം, അല്ലെ എന്തെങ്കിലും ബിസ്ക്കറ്റുകളൊക്കെ ആവാം, ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ആ പാത്രം എടുത്ത് കൊണ്ടുവന്ന് അകത്ത് അടുക്കളയിൽ കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കാൻ പഠിപ്പിക്കണം. പാത്രം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവരോട് അത് പറയണം, ക്ലീൻ ചെയ്ത് വെക്കാൻ. അങ്ങനെ ഇനി അങ്ങോട്ട് സ്റ്റെപ്പായിട്ടുള്ള 5 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടികളുടെ കാര്യം പറയണം. അവരും എന്ത് കഴിക്കുമ്പോൾ അപ്പം എന്താണ് ഈ 5 വയസ്സുള്ള കുട്ടികൾ അത്രയും ചെയ്യുമ്പോൾ അവർക്കൊരു സാലറി ആയിട്ട് നമ്മൾ അവരുടെ കയ്യിൽ ഇത് നിങ്ങൾ ഇത്രയും ചെയ്തതിന് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞാൽ ആ പൈസ ഒരു വഞ്ചി അവർക്കൊരു സേവിങ് ആയിട്ട് അവരപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് വരും. ഇത് മക്കൾ ഇത്രയും ചെയ്തതിനുള്ള സാലറിയാണ്, നിങ്ങളത് വഞ്ചി കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കണം. ഒരു വർഷമാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് അവർ അധ്വാനിച്ച് അവർ ചെയ്ത ജോലിയുടെ പ്രതിഫലമാണെന്നും പറഞ്ഞ് അവരെ അങ്ങനെ ആ ജോലി ചെയ്യിക്കണം. അത് കഴിഞ്ഞിട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടി അവർക്ക് ഇതുപോലെ തന്നെ ഉണ്ണുന്ന പ്ലേറ്റുകൾ എടുത്ത് അവരെ കൊണ്ട് കഴുകി വെപ്പിക്കാൻ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ അവർ വെച്ചിട്ട് ആ ടേബിളിൽ വെച്ചിട്ട് പോകും. അപ്പോൾ ആ ഡൈനിങ് ടേബിൾ എല്ലാം ക്ലീൻ ആക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ 10 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരോട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ചപ്പയവറുകളെ എന്തെങ്കിലും അടുക്കി വെക്കാനുള്ളതെല്ലാം അടുക്കി വെക്കണം. ചപ്പയവറുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഈ 10 വയസ്സുള്ള കുഞ്ഞിനെ നമ്മുടെ വീട്ടിനകത്ത് ചെയ്യിപ്പിക്കാനുള്ള ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഒരു സാലറി കൊടുക്കും. ഇന്ന് നിങ്ങൾ ഇത്രയും ചെയ്തതിൻ്റെ പൈസയാണ്. ഇത് ഒരു വർഷം ഓണം വരും, അങ്ങനെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോരോ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ആ
ചടങ്ങിനെയും ഉപയോഗിക്കാൻ അവരുടെ വഞ്ചി പൊട്ടിച്ച് കൊടുക്കുമ്പോൾ അത് ഇന്ന സാധനം വാങ്ങി അവർക്ക് എന്താണ് ഇഷ്ടം, അല്ല നിങ്ങൾക്ക് പേരൻസിന് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും, സന്തോഷമായിരിക്കും. അവരിങ്ങോട്ട് തന്നെ വരും, അമ്മ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വലിയ വലിയ കുട്ടികൾക്കും അതുപോലെ ആൺകുട്ടികളായാലും പെൺകുട്ടികൾ, ആൺകുട്ടികൾക്കും ജോലി കൊടുക്കണം വീട്ടിലാണ്. അവർക്ക് പിന്നെ കോളേജിൽ പോകണം, അവർക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ടാകും. എന്താന്ന് വെച്ചാൽ നമ്മളൊരു വീട്ടിലൊരു ജോബ് കൊടുത്ത് സാലറി കൊടുത്ത് അവരെ അത് പഠിപ്പിക്കണം. എന്നും അച്ഛനും അമ്മയും ജോലി ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകും. അമ്മയെ അച്ഛാ പെട്രോൾ വാങ്ങിക്കാൻ പൈസ വേണം, എനിക്ക് വളം വാങ്ങിക്കാൻ പൈസ വേണം, എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പൈസ വേണം, ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മളൊരു കഴിവ് അവരെ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ കുട്ടികൾ മടി പിടിച്ചിരിക്കുന്ന ചില കുട്ടികളാണ്, ചില കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് എങ്ങനെയും പാർട്ട് ടൈം ജോലി ചെയ്ത് കാശുണ്ടാകണം, അവരുടെ സ്വന്തം ആവശ്യത്തിനാണ്. നമ്മൾ അച്ഛനും അമ്മയും കൊടുത്തു പഠിപ്പിക്കാതെ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മളൊരു ക്ലാസ് കൊടുത്തിരിക്കണം. അങ്ങനെ ചെയ്തു. ഇന്ന് ചില പിള്ളേർക്ക് മടിയാണ് ജോലിക്ക് പോകാൻ വേണ്ടി. അവരിങ്ങനെ അമ്മ 100 രൂപ താ, അല്ലെ 500 രൂപ പെട്രോൾ അടിക്കണം, എനിക്കത് വേണം, അല്ലെ ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് പറയും. അവരൊക്കെ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ ഗ്രില്ലിൽ പൊടികളുണ്ടാകും, നമ്മുടെ സെൽഫിലെല്ലാം പൊടികളുണ്ടാകും, അതെല്ലാം തുടച്ച് വെക്കാൻ അവർക്ക് വേണം. അങ്ങനെ ചെറിയ ചെറിയ സിമ്പിൾ ജോലികൾ കൊടുത്ത് അവരെ പഠിപ്പിക്കുക. അവർക്ക് കുട്ടികൾക്കെല്ലാം ഒരു സാലറി കൊടുത്ത് അവരൊരു വഞ്ചി സൂക്ഷിച്ച് വെക്കുക. ഒരു വർഷം തികയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനാണ് വരുന്നത് ആ ഒരു വർഷം വരുമ്പോഴത്തേക്ക് ആ വഞ്ചി പൊട്ടിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളൂ. ഇത് നിങ്ങൾ ജോലി ചെയ്ത ശമ്പളമാണ്, നിങ്ങൾ ജോലി ചെയ്ത പൈസയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കൊരു ജോലി ചെയ്യണം, കാശുണ്ടാക്കണം എന്നുള്ളൊരു ജോലിയാണ്. ചില പിള്ളേർ മടി പിടിച്ചിട്ട് പല പരിപാടിക്ക് പോകും, പല രീതിയിൽ അങ്ങനെ പോകും. അങ്ങനെയൊക്കെ പോവാതിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ രീതിക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ കൂടുതലും മൊബൈലിൽ കളിക്കത്തില്ല. പഠിക്കാൻ കോളേജിൽ പോകുന്ന പിള്ളേരൊക്കെയാണ് നേരത്തെ ജോലി ചെയ്തിട്ട് ഇന്നിച്ചിരി ജോലി ചെയ്ത് അമ്മ അല്ലെ 50 രൂപ തരും, 100 രൂപ തരും, എൻ്റെ വഞ്ചി കൊണ്ടിട്ടുന്ന ഒരു വർഷം തികയുമ്പോൾ എനിക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് വാങ്ങിക്കാം, ഒന്ന് കമ്മലോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കൊക്കിനൊതുങ്ങിയത്, നമ്മുടെ പരിധിക്ക് ഒതുങ്ങിയത് ഒരു സാലറി മക്കൾക്ക് കൊടുത്ത് പഠിപ്പിച്ച് അവർക്ക് ജോലി ചെയ്യണമെന്നുള്ള ഒരു ഉന്മേഷം ഉണ്ടാവും. വീട്ടിൽ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ഓടി നടന്ന് ജോലി ചെയ്യാതെ അമ്മയ്ക്ക് വേണ്ടി. ഇപ്പം ചില പിള്ളേർക്ക് മാർക്കറ്റിൽ പോകാൻ അറിയത്തില്ല, ഇന്നെന്താ കറി വെച്ചതെന്ന് ചോദിച്ചാൽ ഇന്ന് എന്താണ് കറി വെച്ചതെന്ന് എനിക്കറിയത്തില്ല. ഓരോ ജോലിയും അമ്മമാർ അടുക്കളയിൽ കയറുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ഇത് ഉള്ളിയാണ്, ഉള്ളി ഇങ്ങനെ പൊളിക്കുന്നു, മീൻ വെട്ടുമ്പോൾ അവരെ അടുത്തുകൊണ്ടെന്ന് വെച്ചാൽ മക്കളെ ഇത് എന്താണ്, എങ്ങനെയാണ് മീൻ കട്ട് ചെയ്യുന്നത് നോക്കി പഠിക്കണം. ഇന്ന് ചില പിള്ളേർക്ക് മീൻ വെട്ടാൻ അറിയത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ട്. ചില വീട്ടിലെ മക്കൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞല്ലേ, അവരെ റെസ്റ്റ് എടുക്കട്ടെ, അവർ പഠിക്കട്ടെ എന്ന് ചിന്തിക്കും. ഇന്നൊരു പാത്രം തന്നെ ക്ലീൻ ചെയ്ത് എവിടെ വെക്കണം എന്നറിയാൻ പറ്റില്ല, വലിച്ചു വാരി കൊണ്ടുവന്നിടും. ഒരു സ്പൂൺ എവിടെ വെക്കണം എന്നുള്ള ഇതെല്ലാം ചിട്ടയായിട്ട് പഠിപ്പിക്കണം. അതുപോലെ തന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണെങ്കിലും അവർക്ക് കുറച്ച് കിട്ടുന്ന ഒരു 5 മിനിറ്റല്ലോ 2 മിനിറ്റെങ്കിലും ഓരോ ദിവസവും ഇന്നത് നിങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ബെഡ്ഷീറ്റ് ആദ്യം എഴുന്നേൽക്കേണ്ട കാര്യം ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ, ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക. തുണികൾ ക്ലീൻ ചെയ്ത് കഴുകി വാഷ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് മക്കൾക്ക് ആ തുണികളെല്ലാം മടക്കി വെക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ഞാൻ ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്ന ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. 250ാമത്തെ വീഡിയോ മുതൽ ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകളുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. ചിരിക്കാനും അങ്ങനെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. 250ാമത്തെ വീഡിയോ മുതൽ നമുക്ക് കണ്ടു നോക്കാൻ. ചിലപ്പോൾ അതിന് മുമ്പേ ഉണ്ടാകാം. എനിക്കിപ്പോൾ കൂടുതൽ തിരക്കുകളുണ്ട്, കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടോ ഞാൻ ഇങ്ങനെ പോകുന്നതാണ്. ഒരുപാട് വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. നന്ദി, നമസ്കാരം.